അമീബിക് മസ്തിഷ്ക ജ്വരം ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ നടപടികൾ ഊർജിതമായി തുടരുന്നു എന്നുള്ളതാണ് ഈ അവിട്ടം ദിനത്തിൽ ആളുകളുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന വ്യാപകമായി അല്ലേ? അതെ, 2 ദിവസങ്ങൾ നടന്ന ക്ലോറിനേഷന് പുറമെ രോഗം കണ്ടെത്തിയ സ്ഥലങ്ങളിലെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളാണ് ഇപ്പോൾ സജീവമായി തുടരുന്നത്. ഏതായാലും കോഴിക്കോട് നിന്ന് എ കെ ലതീഷ് ചേരുന്നുണ്ട്. ലതീഷിനോട് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമായി പോകുന്നു എന്ന് നോക്കാം. ലതീഷിലേക്കാണ് പോകേണ്ടത്. ലതീഷ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത് ആൻഡ് സിന്ദൂരി. എന്തുണ്ട് വിശേഷം? തിരുവോണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ നമ്മൾ ചോദിച്ചത് ഓണം ആഘോഷിച്ചു. ഓണം ഡ്യൂട്ടിയും ഉണ്ടായിരുന്നു. ഇന്നലെ നാട്ടിൽ നടന്ന ഒരു പായസം ചാലഞ്ച്, സുഹൃത്തു കൂടിയായ രജീഷിൻ്റെ ഒരു പായസം ചാലഞ്ച്, ഒരു കിഡ്നി രോഗിയാണ്, കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പായസം ചാലഞ്ചായിരുന്നു നമ്മുടെ നാട് ഏറ്റെടുത്തത്. അത് നമ്മൾ ഇന്നലെ തന്നെ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. ആ നിലയിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയായ ശേഷമാണ് ഇന്നലെ കോഴിക്കോട്ടേക്ക് ബ്യൂറോയിലേക്ക് എത്തിയത്. എന്തായാലും ഇരുവർക്കും ഓണാശംസകൾ നേരുന്നു. ഓക്കെ ലതീഷ്, അതെ സിന്ദൂരി ഇവിടുന്ന് സ്പെഷ്യലായി വളരെ കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും, ലതീഷിനും കോഴിക്കോട് ബ്യൂറോയ്ക്കും ഓരോരുത്തർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. നമുക്ക് ഇനി ഈ വാർത്തയിലേക്ക് വന്നാൽ, സംസ്ഥാന തലത്തിലാകെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. ഈ ക്ലോറിനേഷനെ കുറിച്ചൊക്കെ വാർത്ത ചിലത് ഞങ്ങൾ സൂചിപ്പിച്ചു. അതിൻ്റെ ഒരു അനുഭവം എന്താണ്? എത്രമാത്രം താഴെത്തട്ടിൽ അത് നടക്കുന്നുണ്ട് ലതീഷ്? ശരത്ത്, മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഓഗസ്റ്റ് 30-31 തീയതികളിൽ ഇത്തരത്തിൽ ക്ലോറിനേഷൻ നടന്നത്. ജലാശയങ്ങൾ, അതേപോലെ തന്നെ കിണറുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നടന്നത്. ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ, കുടുംബശ്രീയുടെയും മറ്റും എല്ലാം നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള വീടുകൾ കയറിയും ജലാശയങ്ങൾ കണ്ടെത്തിയും ഉള്ള ക്ലോറിനേഷൻ നടന്നത്. കാരണം അമീബ കിണറുകളിൽ ജലാശയങ്ങളിൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. അത് എല്ലാ ആളുകളിലേക്കും ഒരേപോലെ തന്നെ എത്തണമെന്നുമില്ല. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഒരു കുളത്തിൽ ഒരു 10-20 ആളുകൾ കുളിച്ചാൽ ഒരു പക്ഷേ ഒരാൾക്ക് മാത്രമായിരിക്കും ആ കുളത്തിലുള്ള അമീബ അവരുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ ചെവിയിലൂടെയോ ഒക്കെ തലച്ചോറിലേക്ക് കടക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന വ്യക്തിയുടെ പ്രതിരോധ ശക്തി ഒക്കെ ആശ്രയിച്ചാണ് അത് എത്രത്തോളം ഭീകരമായി അല്ലെങ്കിൽ ഗുരുതരമായി രോഗമായി മാറുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള ജലാശയങ്ങളിലുള്ള ക്ലോറിനേഷൻ മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. ആ നിലയിലുള്ള സംസ്ഥാന വ്യാപകമായുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലായി കേരളത്തിലെമ്പാടും നടന്നത്. അത് വലിയ വിജയം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതൊരു കൃത്യമായ ഒരു ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഒരു പദ്ധതിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുമെല്ലാം ജനകീയ പങ്കാളിത്തത്തോടു കൂടി തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ സ്ഥലങ്ങളിൽ, രോഗം കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ചെയ്യുന്ന നടപടിയുടെ ഭാഗമായി ക്ലോറിനേറ്റ് ചെയ്യുക എന്നത് സ്ഥിരമായി ഇത്തരം രോഗം കണ്ടെത്തിയാൽ അവിടെ ക്ലോറിനേറ്റ് ചെയ്യുക, അത്തരം ജലാശയങ്ങൾ അല്ലെങ്കിൽ കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മൂടിയിടുക, കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുക. എന്തായാലും കുളത്തിൽ കുളിക്കുന്ന ആളുകൾ അത്തരം ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ അമീബയുടെ സാന്നിധ്യം കൂടുതലുണ്ടാവുക. അതിൽ തന്നെ ഏറ്റവും ഭീകരമായി കുട്ടികളെ അടക്കം ബാധിക്കുന്ന ശക്തി കൂടിയ വിവിധ ഇനം ബാക്ടീരിയകൾ കൂടിയുണ്ട്, ഈ അമീബ കൂടിയുണ്ട്. അത്തരം അമീബയാണ് മരണനിരക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൽ നിലവിൽ 23 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. തിരുവനന്തപുരത്ത് 11, കോഴിക്കോട് 12 പേരും ചികിത്സയിലുണ്ട്. കോഴിക്കോടുള്ള 3 പേർ കുട്ടികളാണ്. 9 മുതിർന്ന ആളുകളിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാരണം അവർക്ക് മറ്റ് രോഗങ്ങൾ കൂടിയുണ്ട്. കരൾ രോഗമടക്കമുള്ള രോഗങ്ങളുള്ള ആളുകളുണ്ട്. കാസർഗോഡുള്ള ഒരു യുവാവുണ്ട്, അതേപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു 45-കാരനുണ്ട്. ഇത്തരത്തിൽ 2 പേരാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗനിർണയത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘമാണ് ഈ രോഗികളെ പരിശോധിക്കുന്നത്. ആ നിലയിലുള്ള ഏറ്റവും ശക്തമായി ഇപ്പോൾ ലതീഷ് സൂചിപ്പിച്ചത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ചികിത്സ.
നമ്മുടെ മെഡിക്കൽ കോളേജുകളും മറ്റും കേന്ദ്രീകരിച്ച് നല്ല നിലയിലുള്ള ചികിത്സ മുന്നോട്ട് പ്രത്യേക കൊണ്ടുപോകുന്നു. സംഘം അതെ, രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഈ രോഗപ്രതിരോധ നടപടികൾ അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നു. മറ്റൊന്ന് ലതീഷ് പറഞ്ഞതിൽ തോന്നിയത്, ഈ രോഗാവസ്ഥ എന്താണ്, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന നിലയിൽ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രചാരണം വേണ്ടതുണ്ട്, ക്യാമ്പയിൻ നടക്കണം. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട്. ലതീഷ് പറഞ്ഞതിൽ നിന്ന് തോന്നിയ ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് കൂടി അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്.